പെർഫെക്റ്റ് മതത്തിൻ്റെ ആധിപത്യം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ് കുരിശുയുദ്ധം. മതപരിവർത്തനം നമ്മൾ മതത്തെ നേരെ ചൊവ്വേ മനസ്സിലാക്കായതുകൊണ്ടും യുക്തിപൂർവ്വം അതിനെ ഗ്രഹിക്കാൻ കഴിയായതുകൊണ്ടും മാത്രം നടന്നു പോകുന്ന ഒരു കാര്യമാണ്. അഷ്ടിക്ക് വകയില്ലാത്തവൻ അതിദരിദ്രനായി കഴിയുമ്പോൾ ആ ദരിദ്രൻ്റെ അടുത്ത് അവൻ ആഹാരം കൊടുത്തിട്ട് നിനക്കിതാ ഞങ്ങൾ ആഹാരം തരാം, നീ നിൻ്റെ മതം മാറൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുണ്ട്? സർ, മതങ്ങളെ താരതമ്യം ചെയ്യുന്നത് ശരിയാണോ? ഒരു മതമാണോ മറ്റൊരു മതമാണോ നല്ലത് എന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത്? അല്ല, ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഇത് ആരംഭിക്കുന്നത് ഈ സെമറ്റിക് മതങ്ങളുടെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ് മതങ്ങളുടെ ഒരു താരതമ്യം എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങിയത്. അതിന് മുൻപ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ആരാധനാ രീതികളുണ്ട്, അവരുടെ ദൈവസങ്കല്പങ്ങളുണ്ട്, അവരുടെ ജീവിത രീതികളുണ്ട്. അവരോട് ആരോടും ചെന്നിട്ട് നിങ്ങളുടെ മതം വിശ്വാസം അത്ര ശരിയല്ല, ഇതൊന്നും നിങ്ങളുടെ ദൈവവും ശരിയല്ല, ശരിയായിട്ടുള്ള ദൈവത്തെയും ആരാധനയെയും ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നില്ല. അതിപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും അവിടുത്തെ സാധാരണ മനുഷ്യരങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അവരോട് ചെന്നിട്ട് ഒരാളും ഇതിങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ പ്രവാചക മതങ്ങൾ പ്രാമുഖ്യം നേടി വന്നതോടുകൂടിയാണ് അങ്ങനെ ഒരു സമ്പ്രദായം തുടങ്ങി വന്നത്. നിങ്ങളുടെ മതങ്ങളൊക്കെ ഇപ്പോൾ ഈ അമേരിക്കയിലേക്ക് യൂറോപ്യന്മാരെവിടെ കടന്നു ചെന്നു അവിടെയൊക്കെ ഈ പ്രശ്നം വന്നിട്ടുണ്ട്. ആദ്യം തുടങ്ങി വെക്കുന്നത് യൂറോപ്യന്മാരാണ്, വിശേഷിച്ചും യൂറോപ്യൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്സാണ്. യൂറോപ്യൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ തദ്ദേശീയരുടെ മതങ്ങളെല്ലാം തെറ്റാണ് എന്ന് ആദ്യമേ തന്നെ അവരോട് പറയുക എന്നുള്ളതാണ്. ശരിയായ മതം ഞങ്ങൾ തരാം എന്ന് പറയും. അപ്പോൾ പെർഫെക്റ്റ് മതം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മതം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയും ഇസ്ലാമുമാണ്. അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മതം ഏത് എന്നുള്ള കാര്യത്തിലുള്ള ഫൈറ്റാണ് വരുന്നത്. അതിൽ ഞങ്ങളുടെയാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പെർഫെക്റ്റ് മതത്തിൻ്റെ ആധിപത്യം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ് കുരിശുയുദ്ധം. ഒരുപാട് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നാണ് ആ കുരിശുയുദ്ധം. കുറേ അധികം പേര് മരിച്ചു, രണ്ട് മതത്തിൽപ്പെട്ടവരും. അവസാനം അതിൽ ക്രിസ്തു മതത്തിൻ്റെ വിജയത്തിലാണ് അത് അവസാനിച്ചത്. ഇസ്ലാം അതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇസ്ലാം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് മതങ്ങളെ എന്നിട്ട് പറയും എൻ്റെ മതത്തിലേക്ക് വരാൻ പറയും. ഇതിലൊരു കാര്യമുള്ളത്, എൻ്റെ മതത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ രണ്ട് മതങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യണം. താരതമ്യം ചെയ്തതിന് ശേഷം ഈ മതമാണ് ഏറ്റവും നല്ലത് എന്ന് സ്ഥാപിക്കണം. അപ്പോൾ ഈ മതങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം സാധ്യമല്ല. ഉദാഹരണം, ക്രിസ്തു ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിയില്ല, ഒരു യുക്തിയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുക്തിയില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുദേവനെ മാത്രം വിശേഷിപ്പിക്കാമോ അതോ മനുഷ്യരെല്ലാവരെയും വിശേഷിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മനുഷ്യരെല്ലാവരെയും വിശേഷിപ്പിക്കാൻ പറ്റില്ല, യേശുദേവനെ മാത്രമേ പറ്റൂ എന്ന് പറയുന്നതിലും യുക്തിയില്ല. അപ്പോൾ യുക്തിയുടെ മാനദണ്ഡം ഉപയോഗിച്ചിട്ട് മതങ്ങളെ താരതമ്യം ചെയ്യുക അസാധ്യമാണ്. അതൊരിക്കലും നടക്കില്ല. പിന്നെ മതങ്ങളുടെ ഈ പ്രാമുഖ്യത്തിൻ്റെ ആധാരം വിശ്വാസമാണ്. ആ വിശ്വാസമാണെങ്കിൽ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് വിശകലനം ചെയ്ത് കണ്ടെത്താനോട്ട് കഴിയുകയില്ല. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ഇതായിട്ട് പിതാവിൻ്റെ അതിൽ നിന്ന് പിതാവ് വരികയും പിതാവിൻ്റെ ഏകജാതനായി യേശുദേവൻ വന്നു എന്നുള്ളതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ. ഇങ്ങനൊരു പ്രശ്നമുണ്ട്.
പക്ഷേ വിശ്വസിക്കുന്നവർ പറയുന്ന, ആ മതത്തിൽപ്പെട്ടവർ പറയുന്നത് അതാണ് ആത്യന്തികമായി ശരി, ബാക്കിയൊക്കെ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായ ശരി ഒരെണ്ണം പറയണം, ബാക്കിയെല്ലാം തെറ്റുമാണ്. ലോകത്തിലുള്ള ബാക്കി മതങ്ങളൊക്കെ തെറ്റും, ഇത് ആത്യന്തികമായ ശരിയുമാണ് എന്ന് വിശ്വാസത്തെ ആസ്പദമാക്കി പറയണം. അത് ഒരു ശരിയായ സമീപനമല്ല. കാരണം യുക്തി കൊണ്ട് നമുക്കതിനെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഇതിനകത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞ സംഗതി നടക്കുന്നത്, നിൻ്റെ മതത്തേക്കാൾ ഉത്തമമാണ് എൻ്റെ മതമെന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതേ യുക്തി നിനക്കും ഉപയോഗിക്കാമല്ലോ, ഇല്ലേ? നിനക്കും പറയാമല്ലോ, അത് അങ്ങയുടെ മതമല്ല എൻ്റെ മതം തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാമല്ലോ. അങ്ങനെ രണ്ട് പേര് അവരവരുടെ മതമാണ് ഉത്തമം എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു വരും? സംഘർഷം വരും. അപ്പം മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മതപരിവർത്തനം നമ്മൾ മതത്തെ നേരെ ചൊവ്വേ മനസ്സിലാക്കായതുകൊണ്ടും യുക്തിപൂർവ്വം അതിനെ ഗ്രഹിക്കാൻ കഴിയായതുകൊണ്ടും മാത്രം നടന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം അതിന് യുക്തിയുമില്ല, വേറൊന്നുമില്ല. ഒരു തരം അഹങ്കാരവും ദുശാഠ്യവും മാത്രമാണ് മതപരിവർത്തനത്തിൻ്റെ അടിത്തറ. ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രമകരമായി പ്രവർത്തിച്ചത് യൂറോപ്യന്മാരാണ്. ഇപ്പോൾ യൂറോപ്യൻ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ യൂറോപ്യൻ ചർച്ച് ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ ലുതേറിയൻ ചർച്ചാണ് വന്നത്, ലുതേറിയൻ ചർച്ച് വന്നത്. അത് അവിടെ വരുന്നത് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ, ബാർത്തലോമസ് സീഗൻ ബാൾഗ് എന്ന് പറഞ്ഞ BALG, സീഗൻ ബാൾഗ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് വന്നത്. ഇയാൾ ഡെൻമാർക്കുകാരനാണ്. ഡെൻമാർക്കിൽ നിന്ന് ഇയാൾ പോകുമ്പോൾ ഫ്രെഡറിക് നാലാമനായിരുന്നു അവിടുത്തെ രാജാവ് ഇയാൾക്ക് സുവിശേഷം പ്രചരിപ്പിക്കാനും കൺവേർഷൻ നടത്താനും അധികാരം കൊടുക്കുകയാണ്. ആ രാജാവിന് ആരധികാരം കൊടുത്തു എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. രാജാവ് എന്തായാലും ഇയാൾക്ക് ഈ അധികാരം കൊടുത്തു. ഇയാൾ അങ്ങനെ എവിടെ വന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഇന്ത്യയിൽ വരികയും ഡാനിഷ് ഒരു കോൺക്ലേവിൽ ഇയാൾ എത്തുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് ഇയാൾ തമിഴ് പഠിച്ചിട്ടാണ് തമിഴ്നാട്ടിൽ ഈ ലൂതറൈൻ ചർച്ചിൻ്റെ ഇത് തുടങ്ങിയത്. അപ്പോൾ ഇയാൾക്ക് ഇത് മരിച്ചപ്പോൾ ഇയാൾക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് മതിപ്പുണ്ടായിരുന്നെങ്കിലും ഹിന്ദുമതം മാറ്റണം എന്നുള്ള കാര്യം ഇയാൾ വിശ്വസിച്ചു. ഹിന്ദുമതമൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമൊക്കെയാണ്, പക്ഷേ ഇത് മാറ്റണം. കാരണം ലുതേറിയൻ ചർച്ചാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആചാരം. അങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിവിടെ വന്ന് 1765 മറ്റൊട്ടാണ് ഇയാൾ വരുന്നത്. അത് വന്ന് പുള്ളിയുടെ കുറേ കാലമൊക്കെ നടന്ന് അവിടെ മുതൽ ഇങ്ങനെ വന്ന്, പിന്നെ അത് കഴിഞ്ഞ് ലൂതറൈൻ ചർച്ച് അവിടെ വലിയ സ്വാധീനം വരുത്തി. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയുടെ പല പ്രദേശത്തുമൊക്കെ ആയിട്ട് ഇവരുടെ ആധിപത്യം കൂടി വന്ന് 1946 ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു കാര്യം തോന്നി. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞൊരു കക്ഷി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടിട്ട് നമുക്ക് ഇയാളെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, അയാളുടെ അനുയായികളായിട്ട് കുറേ അധികം പേരുണ്ട്, അവരെല്ലാം ഒറ്റയടിക്ക് ക്രിസ്തു മതത്തിലേക്ക് വരും. തങ്കു ബ്രദറിന് ചെയ്യുന്നത് പോലെ. തങ്കു ബ്രദർ അങ്ങനെ ചെയ്തൊരു മഹാനാണ്. കാരണം പുള്ളി എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, പുള്ളിയുടെ സഭയെ പുള്ളി വിറ്റ്, യോഹന്നാന് വിറ്റ്. ലോക ചരിത്രത്തിലൊക്കെ വളരെ അത്യപൂർവ സംഭവമാണ് അതൊക്കെ. കേരളത്തിൽ ഇത് കേരളമാണെന്ന് പറയുമ്പോൾ അതും കൂടി കേരളത്തിൽ നടന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ജോഹനാസ് സന്ദേഗ്രൻ എന്ന് പറയുന്ന ഒരു കക്ഷി, ജോൺ എന്നുള്ളതിൻ്റെ യോഹാനാസ്, അദ്ദേഹം ഗാന്ധിയെ 46 പോയി കണ്ടു. 46 പോയി കണ്ടിട്ട് പറഞ്ഞ് ഉടനെ മതം മാറ്റണം എന്ന് പറഞ്ഞു. മതം മാറി ഉടനെ ഗാന്ധി പറഞ്ഞു, നിങ്ങൾ കർശനമായി ഈ മതപരിവർത്തന പരിപാടി നിർത്തിവെക്കണം. ഇത് ദൈവത്തിനും മനുഷ്യനെതിരെയുള്ളൊരു കുറ്റകൃത്യമാണ്. എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ആദ്യം ഇറക്കുന്ന ഉത്തരവുകളിലൊന്ന് മതപരിവർത്തന നിരോധനമായിരിക്കും എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഗാന്ധി അത് വ്യക്തമായിട്ട് പറയുന്നത്.
അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഉടനെ ഗാന്ധിയെ വിമർശിച്ചു. ഗാന്ധി ശരിയല്ല, ഗാന്ധിയുടെ പോക്കും ശരിയല്ല, ഗാന്ധിയെ ശരിപ്പെടുത്തണം, ഞാൻ മതപരിവർത്തനം തുടരും, കാരണം എൻ്റെ മതം ലോകത്തിലെ സർവോത്തമമാണ് എന്നുള്ളതാണ്. ഈ എൻ്റെ മതം ലോകത്തിലെ സർവോത്തമമാണ് എന്നൊരുവൻ പറയുമ്പോൾ ഇവിടെ ജനിച്ച് ജീവിച്ച് ഈ മതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതല്ല എൻ്റെ മതം തന്നെയാണ് എനിക്ക് അഭികാമ്യമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് ഞങ്ങളുടേത് യുക്തിബദ്ധ, എന്ത് യുക്തിയുണ്ട് ഇതിനകത്ത്? ഒരു മതത്തിൻ്റെ കാര്യത്തിലും നമുക്ക് യുക്തിപൂർവം ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും നമുക്ക് വിശകലനം ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ ഇത് ഈ മറ്റേ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് യുക്തിപൂർവം പറയാൻ പറ്റില്ല. വിശ്വാസത്തിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഒരു വിശ്വാസം എന്ന നിലക്ക് അതെടുക്കാം. പക്ഷെ ആ വിശ്വാസം ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്നവർ പറയുന്നത്. അത് തെറ്റാണ്, അത് ശരിയല്ല. കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മതം മാത്രം ശരി, നിൻ്റെ മതം മഹാവൃത്തികേടാണ് എന്നൊരുത്തിനോട് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒട്ടും ശരിയല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതൊരു ആത്മീയ നിലപാടല്ല. രാഷ്ട്രീയ കക്ഷികൾ എൻ്റെ കക്ഷിയാണ്, എൻ്റെ പാർട്ടിയാണ് ഏറ്റവും ശരി, നിൻ്റെ പാർട്ടി അല്ല എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് അത്തരം സന്ദർഭങ്ങളിൽ ആത്മീയ പ്രവർത്തനം ഇടിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതാണ് അതിനകത്തുള്ളൊരു വലിയ പ്രശ്നം വരുന്നത്. ആത്മീയ പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്, പിന്നെ കച്ചവടമാണ്. ആ കച്ചവടത്തിൽ കരുത്തനായിരിക്കും എപ്പോഴും വിജയിക്കുക. അങ്ങനെ കരുത്തൻ ജയിക്കുന്ന ഒരു കച്ചവടമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ മതപരിവർത്തനത്തിന് നടക്കുന്നവർ സത്യത്തിൽ മതത്തിൻ്റെ അന്തസാരം ഗ്രഹിക്കുന്നവരല്ല. കാരണം അത് ഗ്രഹിച്ചതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വെച്ചാൽ അതിനൊരു അർത്ഥമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് മതത്തിലൂടെയും മനുഷ്യന് നന്നാകാനുള്ള മാർഗം കണ്ടെത്താൻ കഴിയും. ഒരേ ഒരു കണ്ടീഷൻ എന്താണ്? നന്നാകാൻ മനുഷ്യൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നന്നാകാൻ തീരുമാനിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആ നന്നാകാൻ തീരുമാനിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. അപ്പം മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളാത്ത കച്ചവടക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് ക്രിസ്ത്യാനികൾ ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് മുസ്ലിങ്ങൾ ചെയ്തത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് എ നടത്തുന്ന മതപരിവർത്തനവും ബി നടത്തുന്ന മതപരിവർത്തനവുമല്ല. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ മതത്തിൻ്റെ സാരാംശം ഗ്രഹിക്കാത്തവരോ ഗ്രഹിക്കാൻ കഴിയാത്തവരോ ആയ മനുഷ്യർ നടത്തുന്നൊരു കച്ചവട തന്ത്രം മാത്രമാണ്. ആ കച്ചവട തന്ത്രം നടത്തി കച്ചവടത്തിലെല്ലാം, ഏത് കച്ചവടത്തിലായാലും നിങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വരും. മാർക്കറ്റിൽ നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ റൈവൽ കക്ഷികൾ ഉണ്ടാകുമല്ലോ, അവരെതിർക്കില്ലേ? സ്വാഭാവികമല്ലേ അത്? ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സോപ്പുമായിട്ട് ഒരുത്തം വന്നു കഴിഞ്ഞാൽ എൻ്റെ സോപ്പ് മതി എനിക്കെന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ. അത് വരുന്ന സമയത്ത് അതെല്ലാം നിൻ്റെ സോപ്പ് കൊള്ളില്ല, ആ സോപ്പ് തേച്ചവനെല്ലാം തൊലിപുള്ളി കിടക്കുന്നു എന്ന് ഇവൻ പറയണമല്ലോ. അങ്ങനെ തൊലിപുള്ളി കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ആൾ വേണം എന്ന് മാത്രവുമല്ല, വേറൊരു കാര്യമുണ്ട്. ഒരുത്തൻ്റെ ദാരിദ്ര്യം മുതലെടുത്തിട്ട് അവനെ മതപരിവർത്തനം നടത്തുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ചെറ്റത്തരമാണ്. കാരണം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവനെ, അഷ്ടിക്ക് വകയില്ലാത്തവൻ അതിദരിദ്രനായി കഴിയുമ്പോൾ ആ ദരിദ്രൻ്റെ അടുത്ത് അവൻ ആഹാരം കൊടുത്തിട്ട് നിനക്കിതാ ഞങ്ങൾ ആഹാരം തരാം, നീ നിൻ്റെ മതം മാറൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുണ്ട്? അതിന് മലയാളത്തിലുള്ള ഏറ്റവും നല്ല വാക്ക് ചെറ്റത്തരം എന്നുള്ളതാണ്. ലുംബനിസമാണത്. ആ ലുംബനിസം എന്ന വാക്കിന് മലയാളത്തിലുള്ളൊരു വാക്കാണ് ചെറ്റത്തരം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്തൊരു കരുത്തിൻ്റെ കയ്യൂക്കുണ്ട്, അധികാരത്തിൻ്റെ ധാർഷ്ട്യമുണ്ട്, സമ്പത്തിൻ്റെ ഈ പ്രവർത്തനമുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദരിദ്രനെ പിടിച്ചിട്ട് അവൻ്റെ മതം മാറിക്കഴിഞ്ഞാൽ അവന് ആഹാരം കൊടുക്കാമെന്നാണ് പറയുന്നത്. അവന് ആഹാരം ഇത് സത്യത്തിൽ
യേശുദേവൻ പഠിപ്പിച്ചതിന് എതിരാണ്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഞാൻ ബൈബിള് ശ്രദ്ധാപൂർവം വായിച്ച് എന്നാൽ കഴിയും വിധം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വിശന്നു, നീ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നീ വെള്ളം തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചില്ല. ഞാൻ ഏകാകിയായിരുന്നു, നീ എനിക്ക് ചങ്ങാത്തം നൽകിയില്ല. ഇങ്ങനെ രോഗിയും വിശക്കുന്നവനും ദാഹിക്കുന്നവനും രോഗിയും ഏകാകിയും ഒക്കെ ആയിത്തീരുന്ന മനുഷ്യന് ലഭിക്കുന്ന താങ്ങും തണലുമാണ് ജീവിതം എന്ന് യേശുദേവൻ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ തരാം, നീ ആദ്യം ക്രിസ്ത്യാനിയാകണമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയാണ് യേശുദേവനും മതപരിവർത്തന സിദ്ധാന്തക്കാരും തമ്മിലുള്ള വൈരുദ്ധ്യം വരുന്നത്. എന്തായാലും ഇതിനകത്ത് വൈരുദ്ധ്യമുണ്ട്. യേശുദേവൻ ലോകത്തോടാണ് ക്ഷമിക്കുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികളോടല്ല. പക്ഷേ മതപരിവർത്തനവാദക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര നന്മ ചെയ്താലും രക്ഷയില്ല, നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ യേശുദേവനിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യുന്നവൻ ആരോ അവൻ സ്വർഗരാജ്യത്തിലെത്തുമെന്ന് യേശുദേവൻ, ക്രിസ്ത്യാനിയായ സ്വർഗരാജ്യത്തിലെത്തുമെന്ന് ഇവർ. ഇവിടെയാണ് വൈരുദ്ധ്യം വരുന്നത്. ഈ നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ജാതിയില്ല. കാരണം വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ജാതി നോക്കാറുണ്ടോ? ഇല്ലല്ലോ, നോക്കാനും പാടില്ല. ദാഹിക്കുന്നവന് കുടിനീര് കൊടുക്കുന്ന സമയത്ത്, അതാണ് ആ വൈരുദ്ധ്യമാണ് ഈ ചണ്ടാല ഭിക്ഷുകിയിൽ കുമാരനാശാൻ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരുതാശു നീ ഓമലേ തരുതല്ല എന്നത് കേട്ട് ആ മനോഹരി അമ്പരന്നോതിനാൾ. എന്താണ്? അല്ലല്ലെന്തു കഥയിത് കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതോ നീച നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരിക അതെനിക്ക് നീ. അപ്പോൾ ഈ നാവ് വരണ്ട് മരിക്കാൻ പോകുന്നവന് വെള്ളം കൊടുത്തിട്ട് ആ മരണത്തിന് മുമ്പ് അവനെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഹീനകൃത്യം ഉണ്ടല്ലോ, നീചകൃത്യം, അതുണ്ട് ഈ മതപരിവർത്തന വാദക്കാർക്കിടയിൽ. അത് സാധ്യമല്ല. അത് അധാർമികമാണ്, അയുക്തികമാണ് എന്ന് മാത്രമല്ല ദൈവവിരുദ്ധമായ കാര്യം കൂടിയാണ്. യേശുദേവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. യേശുദേവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശുദേവൻ ഇത് നിന്ദിതരും പീഡിതരും ആയിട്ടുള്ളവരുടെ ജാതി അന്വേഷിച്ചിട്ടോ അവരെ എല്ലാം ക്രിസ്ത്യാനിയാക്കിയിട്ടോ അവർക്കിത് ചെയ്യാമെന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുപെട്ട എല്ലാവരെയും അദ്ദേഹം ഒരേപോലെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യും. ഇവരങ്ങനെയല്ല, അത് ഞങ്ങൾ ചെയ്തു തരാം, അത് ചെയ്യുന്നതിന് മുമ്പ് നീ ക്രിസ്ത്യാനിയാകണമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടില്ലെന്നാണ് പറയുന്നത്. സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടി നീ യേശുദേവൻ പറഞ്ഞ രീതി കാര്യങ്ങൾ ചെയ്യണം എന്നല്ല. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചപ്പോൾ 70 വട്ടം ക്ഷമിക്കണം എന്ന്, അനന്തമായി ക്ഷമിക്കണം, ക്ഷമക്ക് നെല്ലിപ്പലകയില്ല എന്ന് പഠിപ്പിച്ച യേശുദേവൻ അങ്ങനെ അനന്തമായി ക്ഷമിക്കുകയും കുറ്റവാളികളെ രക്ഷിക്കുകയും ചെയ്യുന്നത്, ശിക്ഷിക്കല്ല രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രക്ഷാ രീതി ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്ത ആ മനുഷ്യൻ്റെ പേരിൽ ഉള്ള ഒരു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്, നീ ആദ്യം ഇത് സ്വീകരിക്കൂ, ഇത് സ്വീകരിച്ചതിന് ശേഷം നിനക്ക് മറ്റത് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് മഹാത്മാഗാന്ധിക്ക് ഒരു സ്വർഗം കിട്ടില്ല എന്ന ഒരു പാതിരി എന്ന് പറയുന്നുണ്ട്. ഒക്കെ ശരിയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇനി സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അടിയന്തരമായിട്ട് ക്രിസ്തുമതം സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തു മതം സ്വീകരിക്കുന്നതാണ് സ്വർഗം കിട്ടാനുള്ള മാർഗമെന്ന് ഇവർ പറയും, നന്മ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ തമ്മിലുള്ള താരതമ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇസ്ലാം മതമാണെങ്കിൽ അത് മാറാൻ വിസമ്മതിക്കുന്നതിനെ കൊല്ലുകയും ചെയ്യും. എന്നുള്ളത് ജിഹാദാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യണം. എന്തൊരു വൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ടും അയുക്തികമാണിത്, തെറ്റാണ്,
ചെയ്യാൻ പാടില്ലാത്തതാണ്. മനുഷ്യനെയും ദൈവത്തെയും വിറ്റ് കാശാക്കുന്നൊരു പരിപാടിയാണ്. അത്തരത്തിലുള്ളൊരു സംഭവം നിരോധിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം.